ഈ പ്രപഞ്ചത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഊർജ രൂപത്തെ മുഴുവനായി എടുത്താൽ അതൊരു എലിപ്സോയിഡൽ രൂപത്തിൽ അഥവാ അണ്ഡത്തിന്റെ ആകൃതിയിൽ, അണ്ടോന്ന് പറഞ്ഞാൽ മുട്ടയുടെ ആകൃതിയെ, ജാമിതീയമായ ആകൃതിയെ നമ്മൾ വിളിക്കുന്ന പേര് എലിപ്സോയിഡൽ ആകൃതി എന്നാണ് വിളിക്കുക. അപ്പൊ ആ ജാമിതീയമായ രൂപം, പ്രപഞ്ചത്തിലെ ഊർജത്തിന്റെ ജാമിതീയ രൂപം, അത് എലിപ്സോയിഡൽ ഷേപ്പാണ് അഥവാ അണ്ഡാകൃതിയാണ് എന്ന് ഇന്ന് ശാസ്ത്രം തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക്. എന്നാൽ പരന്ന പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഏറ്റവും അധികം ആളുകൾ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ഇങ്ങനെ തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു മുട്ടയുടെ ആകൃതിയിലാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ ബ്രഹ്മാണ്ടം എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? അഖിലാണ്ടം എന്ന് വിളിക്കാറുണ്ട്, അണ്ഡകടാഹം എന്ന് വിളിക്കാറുണ്ട്. എന്താ അതിന് കാരണം? ഈ അണ്ഡാകൃതിയിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, ത്രിപാദങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാല്, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനേ ജയിക്കുക. അകവും പുറവും തിങ്ങി നിറഞ്ഞ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായി നിൽക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന